എൻ്റെ പേര് റോയി. ഞാൻ ആയാങ്കുടി മലപ്പുറം ഇടവക്കാരനാണ്. ഞാനൊരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ 2023 ഡിസംബർ മാസത്തിലൊരു യൂറോപ്പിലോട്ടൊരു സ്ലോവാക്യയിലോട്ടൊരു വിസ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടൊരു ഓഫർ വന്നതിനെ തുടർന്ന് ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ നിർത്തി ഞാൻ ദുബായിലോട്ട് പോയി. ദുബായിൽ നിന്നാണ് അവിടുന്ന് ബാക്കിയുള്ള പേപ്പറെല്ലാം നീക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളൊരു 48 പേരുള്ളൊരു ബാച്ചിലാണ് പോയത്. ഞങ്ങളവിടെ ദുബായിക്ക് പോയി. അവിടെ നിന്നെല്ലാം പേപ്പറെല്ലാം കൊടുത്ത് എംബസിയിലെ സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് ഡിസംബർ 6-ാം തീയതി ആയിരുന്നു അവിടുത്തെ സബ്മിഷൻ. ആ സബ്മിഷനെല്ലാം കഴിഞ്ഞ് 1 മാസത്തെ വെയിറ്റിംഗ് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. കൂടെയുള്ളവർക്കെല്ലാം വിസ വന്നു. അവരവിടെ നിന്ന് തന്നെ ജനുവരി മാസം കയറിപ്പോയി. ജനുവരി 12 ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ പോലെ വിസ റിജക്റ്റായി. അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ ജനുവരി 18-ാം തീയതി നാട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഡൽഹി എംബസിയിൽ ഒരു ഡേറ്റ് കിട്ടി. അവിടെ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ ഉടമ്പടിയിലൊന്നും കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ്. ഒരു കാര്യവും പാലിച്ചാലും ഉടമ്പടി എടുത്തെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ നേരെ പോയി അവിടെ കൊണ്ട് കൊടുത്തു. 2 പേരുണ്ടായിരുന്നു ഞങ്ങൾ. ചെറിയൊരു നിസ്സാരമായൊരു കാര്യത്തിന് അവിടെ നിന്ന് റിജക്റ്റായിപ്പോയി എനിക്ക്. അത് കഴിഞ്ഞ് തിരിച്ച് അതും തോറ്റുപോയി. തിരിച്ച് വീണ്ടും ഇവിടെ നാട്ടിൽ വന്ന് വീണ്ടും അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി ശേഷം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വീണ്ടും എനിക്ക് ബോംബെ എംബസിയിൽ നിന്ന് ഇതുപോലൊരു ഓഫർ കിട്ടി. ഇതെല്ലാം ചെയ്തിരുന്ന ഒരേ ഒരു ഏജൻറ്റ് തന്നെയായിരുന്നു. അയാൾ പറഞ്ഞു ഇക്കൂടെ ഉള്ളൂ, ഇനി നോക്കുന്നില്ല, പൈസ തിരിച്ചു തന്നേക്കാം, അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാവത്തുള്ളൂ നിനക്ക് ചാൻസ്. ലാസ്റ്റ് ചാൻസായിരുന്നു. ഈ നാട്ടിൽ പണിയില്ലാതെ 5-8 മാസം ഇരുന്നെങ്കിലും മാതാവ് ആ കാര്യത്തിൽ തന്നെ ഒരുപാട് സഹായിച്ചു. കാരണം ഒരുപാട് പൈസ പല സ്ഥലത്തായിട്ടൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സമയത്തും ഓരോ പ്രാവശ്യവും പൈസ കൃത്യമായിട്ട് എനിക്ക് അടയ്ക്കാനൊക്കെ പറ്റി. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കത്തില്ല. അതുപോലെ കടം ശരിക്കും ഉണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇപ്രാവശ്യം ബോംബെയിലെ എംബസിയിൽ ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. അച്ഛനെ കണ്ടു, പേപ്പറെല്ലാം പാസ്പോർട്ടെല്ലാം ബ്ലെസ്സിങ് ചെയ്തു. അത് ആയിട്ട് ഞാൻ പോയി എംബസി പോയിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഉപ്പുണ്ടായിരുന്നു. ആ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ അവിടെ കയറുന്നതിന് മുന്നേ ഞാൻ അവിടെ ആരും കാണാതെ അവിടെ പരിസരത്തിട്ടിട്ട് ഞാൻ കയറിപ്പോയി. ആ എണ്ണ എടുത്ത് ഞാൻ പാസ്പോർട്ടെ കുറിച്ച് വെച്ചിട്ട് മാതാവ് ഇപ്രാവശ്യം എന്നെ രക്ഷപ്പെടുത്തിയാണ്. കാരണം വേറെ ഒരു മാർഗ്ഗമില്ല ജീവിക്കാനായിട്ട്. ഈ ഒരു പണി ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു അറിയത്തില്ല എന്ത് ചെയ്യണമെന്നോ, അതുപോലെ തകർന്നു പോയായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ഞാൻ അവിടെ സബ്മിഷനെല്ലാം കഴിഞ്ഞ് 1 മാസത്തേക്ക് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ 1 മാസമൊന്നും വേണ്ടി വന്നില്ല. 3-ാം ദിവസം തന്നെ എനിക്ക് അവിടുന്ന് വിസ കിട്ടി. ഞാനിവിടെ വിസ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് പിറ്റേ ദിവസം വരണം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലോട്ട് കിട്ടാത്തതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ ഇത് കിട്ടിയിട്ടേ വരുന്നുള്ളൂ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് കഴിഞ്ഞ ദിവസം പോയി അവിടെ അയാളുടെ വീട്ടിൽ പോയി ഞാൻ വിസയും ടിക്കറ്റും മേടിച്ചു. ജനുവരി 8-ാം തീയതി പോകാൻ ആണ് എനിക്ക് ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അനുഗ്രഹം എനിക്ക് എത്ര പറഞ്ഞാലും മാതാവിന് എത്ര കൂടി നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. അത്രയേറെ വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൂടെയുള്ളൊരു 48 പേര് അവർ പോയെങ്കിലും അവിടെ ഒരു കമ്പനി പോയെങ്കിലും ആ 47 പേരിൽ എല്ലാവർക്കും ജോലി ആയില്ല. അവിടെ 6-7 മാസം അവിടെ ഇരിക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ പോകുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരി ചെന്നാൽ തന്നെ എനിക്ക് ഡിസംബറിൽ പോകാമായിരുന്നു. പക്ഷേ അവിടെ അവധി ആയതുകൊണ്ട് അവിടെ പോകണ്ട, ജനുവരി പോയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ആ ജനുവരി ചെന്നാൽ തന്നെ എനിക്ക് ഉടനെ തന്നെ ജോലിക്ക് കയറാം, ശമ്പളവും കിട്ടും. പക്ഷേ ഈ 47 പോയവരിൽ ഇപ്പോഴും 6-7 മാസം ആയവർ അവിടെ ഇരിക്കുകയാണ് ജോലിയില്ലാതെ. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് തന്നേക്കുന്നത്. ഞാനിവിടെ 5-8 മാസം നാട്ടിൽ ഇരുന്നെങ്കിലും എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം അതുതന്നെയായിരുന്നു. ചെല്ലുമ്പോഴേ ജോലിക്ക് കയറാം. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മൂത്ത മോളിൽ 9 വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് തലവേദന വന്നിട്ട് പെട്ടെന്ന് തലവേദന വന്നപ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ കണ്ണിന് കാഴ്ച കുറയുവാണ്, അതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ശരി ആയിക്കോട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഇതുപോലെ ചെക്ക് ചെയ്തപ്പോൾ അവരും ഇത് തന്നെ പറയുന്നത്. അവരിത് തന്നെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഉടമ്പടിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം, പ്രാർത്ഥിച്ചോളാമെന്ന് നേർച്ച നേർന്ന് ഒരു അമ്മ 1-2 ദിവസമൊക്കെ അവളുടെ നെറ്റിയിൽ എണ്ണ തൂത്ത് പ്രാർത്ഥിക്കുകയോ ചെയ്യായിരുന്നു. അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി കോട്ടയത്തൊരു പ്രമുഖ ആശുപത്രി പോയി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞ് ഒരു കുഴപ്പമില്ല, കൊച്ചിനെ പഴയ പോലെ തന്നെ കണ്ണിന് കാഴ്ചയുണ്ട്, ഒരു കുഴപ്പമില്ല.
അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അവളൊരു 3-4 മാസം കഷ്ടപ്പെട്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് നേരത്തെ തുറന്ന് അതും ഒരു 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. എവിടെയെല്ലാം ഓഫീസിൽ ചെന്നാലും അതെല്ലാം അവിടെ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തടസ്സങ്ങളെല്ലാം മാറ്റി മാതാവ് തന്നു. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നന്ദി, പറഞ്ഞ് തീരത്തില്ല. അതുപോലെ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ മാതാവിന് ഞാൻ, എൻ്റെ ഈശോമ്മയ്ക്ക്. കാരണം ഇവിടെ അല്ലെങ്കിൽ കയറി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു. അത്രയേറെ കടബാധ്യവും പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ അത് വലിയ ഉടമ്പടിയിലൊന്നും വലിയ വിശ്വാസതയും അല്ലെങ്കിൽ വലിയ ഇതൊന്നും കാണിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ 8 മാസമായിട്ട് ജോലിയിലായിരുന്ന സമയത്ത് പിന്നെ എൻ്റെ വീടിനടുത്തുള്ള 2 ഓർഫനേജ് ഉണ്ടായിരുന്നു. അവിടെ ചില മാസങ്ങളിൽ ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പത്രങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ലാസ്റ്റ് ഉടമ്പടി പുതുക്കി പോകുമ്പോഴത്തേക്ക് ഞാൻ പോയ വഴിക്കെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും ഞാൻ കൊണ്ട് പത്രങ്ങളെല്ലാം വിതരണം ചെയ്ത് അമ്മയെക്കുറിച്ച് പറഞ്ഞും കൊടുത്തത് എല്ലാവർക്കും. അതുകൊണ്ട് ഈ അനുഗ്രഹം വലിയൊരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നു. ഈ ഇവിടുത്തെ നമ്മുടെ വെഞ്ചരിച്ച ഉപ്പും തേനും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഒരു 15 വർഷമായിട്ട് നന്നായിട്ട് മദ്യം കഴിച്ചു കൊടുക്കുന്ന ആളാണ്. അതങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ യേശുനാഥൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കോടാനോട് നന്ദി അർപ്പിക്കുന്നു ഞാൻ. മാറ്റം വന്നൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. കുമ്പസാരങ്ങളില്ല, കുർബാനയില്ല, അങ്ങനെ എല്ലാം വഴിവേഷ ജീവിതങ്ങളായിരുന്നു. അതെല്ലാം മാറിക്കെട്ടി. എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം എനിക്ക് മാറിക്കെട്ടി. ഈ അനുഗ്രഹത്തിനെല്ലാം പ്രത്യേകം ഓരോന്നോരോന്ന് പറഞ്ഞ് എൻ്റെ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 21-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. യാക്കോബ് പറയുന്ന തിരുവചനങ്ങളാണിത്. തൻ്റെ സഹോദരൻ ഏസാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന യാക്കോബ് താൻ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്തുന്ന ആ ഒരു നല്ല ദിവസത്തെ ഓർത്തുകൊണ്ട് തൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണിത്. ഇവിടെ റോയി എന്ന ഈ മകനും കുടുംബവും ഇന്ന് നിൽക്കുമ്പോൾ തനിക്ക് എങ്ങനെ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ സാധിച്ചു? അതിനെൻ്റെ പരിശുദ്ധ അമ്മ തന്നെയാണ് എനിക്കത് സാധ്യമാക്കി തന്നത്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ നിൽക്കേണ്ട വ്യക്തിയല്ല. തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഈ മകൻ പറഞ്ഞു. താനൊരു ഡ്രൈവറാണ്. 48 പേരടങ്ങിയ ഒരു ടീം ദുബായിക്ക് പോകുന്നു. അപ്പോൾ അവിടെ 47 പേരും സെലക്റ്റായി. താൻ മാത്രം സെലക്ട് ആയില്ല, റിജക്ഷനാണ് വന്നത്. വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക്, യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട്, അതും അവിടെയും പോകുന്നു ജോലി ആവശ്യത്തിന്. എന്നാൽ അതും റിജക്റ്റ് ആവുന്നു. തൻ്റെ ഈ റിജക്ഷൻ 2 പ്രാവശ്യം റിജക്റ്റ് ആയത് തനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത